ഒരു ചരിത്രം ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ഇസ്ലാം മതം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികൾ മുസ്ലിമീങ്ങളെ ക്രൂരമായി മർദ്ദിച്ചു. ഒരുപാട് ഖുർആൻ ഹാഫിളീങ്ങളെ കൊല ചെയ്യപ്പെട്ടു. ഒരുപാട് സ്വഹാബത്തിന് കൊല ചെയ്യപ്പെട്ടു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം സ്വഹാബത്തിനോട് ചോദിച്ചു, ആരാണ് ഈ അരുകൊല ചെയ്യുന്നത്? ആരാണ് ഈ സ്വഹാബത്തിനെ കൊന്നൊടുക്കുന്നത്? ആരാണ് ഈ നിരപരാധികളായ ഖുർആൻ ഹാഫിളീങ്ങളെ കൊന്നൊടുക്കുന്നത്? സ്വഹാബികൾ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചു ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടുക്കൽ വന്നിട്ട് സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, നജദിന്റെ കിഴക്ക് ഭാഗത്ത് യമാമ എന്ന് പറയുന്ന സ്ഥലമുണ്ട് നബിയെ. അവിടെ ഒരു ഭരണാധികാരിയുണ്ട് നബിയെ. അവിടെ വലിയ ഒരു രാജാവുണ്ട് നബിയെ. അയാൾ ഇസ്ലാമിന്റെ വിരോധിയാണ് നബിയെ. അയാളെ പലരും എന്തെല്ലാം തെറ്റിദ്ധാരണകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് നമ്മളെ പറ്റിയും ഇസ്ലാമിനെ പറ്റിയും ഹബീബായ തങ്ങളെ പറ്റിയും എന്തൊക്കെയോ തെറ്റിദ്ധാരണ പറഞ്ഞ് പരത്തി അയാൾ ഇസ്ലാമിനെ വിരോധിയാക്കി മാറ്റിയിട്ടുണ്ട് നബിയെ. അയാളുടെ അക്രമ പട്ടാളത്തിന്റെ ശക്തി ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മുടെ സമുദായത്തിൽപ്പെട്ട പാവപ്പെട്ട സ്വഹാബത്തിനെ കൊന്നൊടുക്കിയത് നബിയെ. അയാളാണോ? എന്നാൽ അയാളെ നിങ്ങളൊന്ന് പിടിച്ചുകൊണ്ടുവരൂ, ജീവനോടെ പിടിച്ചുകൊണ്ടുവരൂ. നിങ്ങൾ മനസ്സിലാക്കണം, കൊല്ലാൻ വേണ്ടിയല്ല പറഞ്ഞത്. ഇവിടെ ഇസ്ലാമിനെ പറ്റി തെറ്റിദ്ധരിച്ചു യമാമയിലെ രാജാവ് സുമാമത്ത് ബിൻ ഉസാൽ എന്ന് പറയുന്ന യമാമയിലെ ഭരണാധികാരിയാണ്, രാജാവാണ്. അയാൾക്കാണ് ആരോ ഇസ്ലാമിനെ പറ്റി തെറ്റിദ്ധരിപ്പിച്ചത്. ആ തെറ്റിദ്ധാരണ നിമിത്തമാ അയാൾ ചിന്തിച്ചത് ഈ ഇസ്ലാം വളരാൻ, മുഹമ്മദ് നബിക്ക് ഇവിടെ ജീവിക്കാൻ ഈ സ്വഹാബത്താണ് കാരണം. അവരെ കൊന്നൊടുക്കുക, ആ പരിശുദ്ധ ഖുർആൻ മനപ്പാടമാക്കി ഹാഫിളുകളെ കൊന്നൊടുക്കുക. അവരെ കൊന്നാൽ മാത്രമേ മുഹമ്മദ് ഒറ്റപ്പെടുകയുള്ളൂ, പിന്നെ മുഹമ്മദിനെയും നശിപ്പിക്കാൻ കഴിയും എന്ന് ബുദ്ധിപരമായി ചിന്തിച്ച സുമാമത്ത് ബിൻ ഉസാൽ എന്ന് പറയുന്ന യമാമയിലെ കിങ് രാജാവ് പട്ടാളത്തെ വിട്ടിട്ട് സ്വഹാബത്തിനെ ഓരോന്നായി കൊന്നൊടുക്കാൻ തുടങ്ങി. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, അയാളെ കഴിയുമെങ്കിൽ ജീവനോടെ കൊണ്ടുവരിക, എന്നിട്ട് അയാൾക്ക് നമ്മുടെ ജീവിതം കാണിച്ചു കൊടുക്കാം, എന്നിട്ട് അയാൾക്ക് ഇസ്ലാമിനെ പറ്റി പഠിപ്പിക്കാം. എങ്ങനെയാ പഠിപ്പിക്കേണ്ടത്? അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾ അയാളെ പിടിച്ചുകൊണ്ടുവരൂ. സ്വഹാബത്ത് പോയി, യമാമയിൽ പോയി സുമാമത്ത് ബിൻ ഉസാലിനെ പിടിച്ചുകൊണ്ടുവരികയാണ്. മദീനയിൽ സുമാമത്ത് ബിൻ ഉസാൽ എന്ന് പറയുന്ന യമാമിലെ ഭരണാധികാരിയെ, രാജാവിനെ പിടിച്ചുകൊണ്ടുവന്നു. മസ്ജിദുൻ നബവിയിലെ ഒരു തൂണ്, ഈത്തപ്പനയുടെ തടിയാകുന്ന തൂണ്, ആ തൂണിൽ കൊണ്ടുവന്ന് സുമാമത്ത് ബിൻ ഉസാലിനെ കയ്യും കാലും കെട്ടി ബന്ധസ്ഥരാക്കുകയാണ്. ആ സമയത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തോ ആവശ്യത്തിന്റെ പുറത്തു പോയിരുന്നു. കുറച്ച് കഴിഞ്ഞിട്ടതാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുന്നു, സുമാമത്തിനെ കൊണ്ടുവന്നു. സ്വഹാബത്ത് പറയുന്നു, നബിയെ, സുമാമത്തിനെ ഞങ്ങൾ കൊണ്ടുവന്നിട്ട് മദീന പള്ളിയിലെ ഈ തപ്പന തടിയുടെ ആ തൂണിൽ കൊണ്ടുവന്ന് കെട്ടിയിട്ടിട്ടുണ്ട് നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുമാമത്ത് ബിൻ ഉസാലിന്റെ അടുക്കലേക്ക് വരികയാണ്. സ്വഹാബത്ത് ചിന്തിച്ചു, നല്ലൊരു രസമായിരിക്കും ഇപ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് സുമാമത്തിനെ കൊല്ലുമായിരിക്കും, ശ്വാസം മുട്ടിക്കുകയായിരിക്കും, വിരൽ മുറിക്കുകയായിരിക്കും, മുറിവേൽപ്പിക്കുകയായിരിക്കും, ചിത്രഹിംസ നടത്തുകയായിരിക്കും, ഇഞ്ചിഞ്ചായി കൊല്ലുമായിരിക്കും സുമാമത്ത് ബിൻ ഉസാലിനെ. സുമാമത്ത് ബിൻ ഉസാലിനെ കൊല്ലുന്ന ആ രംഗം കണ്ട് ഞങ്ങൾ ആസ്വദിക്കാമെന്ന് ചിലപ്പോൾ പലരും ചിന്തിച്ചിട്ടുണ്ടാകും. പക്ഷേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുമാമത്ത് ബിൻ ഉസാലിന്റെ അടുക്കലേക്ക് വന്നിട്ട് ചോദിക്കുമ്പോൾ, മാതാ ഇന്ദക സുമാമ, ഒരു ചെറിയൊരു കൊച്ചുകുട്ടിയോട് ചോദിക്കുന്നത് പോലെ, എന്താ മോനെ സുമാമ, റാഹത്ത് തന്നെ, ക്ഷേമം തന്നെ? ഒരു അതിഥിയോട് സംസാരിക്കും പോലെ ട്രീറ്റ്മെന്റ് തുടങ്ങുകയാണ്, ഡോസ് തുടങ്ങുകയാണ്. സഹോദരങ്ങളെ, എന്താണ് ഇസ്ലാം? ആരാണ് മുഹമ്മദ് നബി? ആരാണ് സ്വഹാബത്ത്? എന്താണ് ഖുർആൻ? എന്താണ് പള്ളി? എന്താണ് നിസ്കാരം എന്ന് പൂർണ്ണമായും 3 ദിവസം കൊണ്ട് സുമാമത്ത് ബിൻ ഉസാൽ എന്ന് പറയുന്ന രാജാവിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആദ്യമായിട്ട് ചോദിക്കുന്ന ചോദ്യം, മാതാ ഇന്ദക യാ സുമാമ, സുമാമ നിനക്ക് റാഹത്ത് തന്നെയാണോ? എന്തൊരു ചോദ്യം! സുമാമയാണെങ്കിലോ ഭയങ്കരമായി ചൂട്. ഇന്ത്യ മുഹമ്മദ് ഖൈർ, ഇൻ തഖ്തുൽ തഖ്തുൽ ദാദമിൻ വഇൻ തുന്നം അലാ ശാകിരിൻ വഇൻ കുൻത തുരീദുൽ മാല ഫസൽ തുത്വാ മിൻഹു മാ ശിഅത. ഭയങ്കരം. ഇന്ത്യ മുഹമ്മദ് ഖൈർ ആണ് ഖിറാഅത്തന്നെ. ഇൻ തഖ്തുൽ തഖ്തുൽ ദാദമിൻ, എന്നെ കൊല്ലണോ? കൊല്ലുക. മുഹമ്മദ് എന്ന് പറയുന്ന പ്രൊഫറ്റ്, നബി, റസൂല്
യമാമയിലെ കിങ്ങിനെ കൊന്നുകളഞ്ഞു എന്ന് പറഞ്ഞാൽ നിനക്ക് വലിയ പേര് കിട്ടും. പിൽക്കാലത്ത് ചരിത്ര തങ്കലിപികളിൽ എഴുതി വെക്കും, ഒരു രാജാവിനെ കൊന്ന മുഹമ്മദ്, വേണമെങ്കിൽ കൊന്നുകളയുക. അല്ല, എന്റെ എന്തെങ്കിലും നിനക്ക് വേണോ? അതും ഞാൻ ചെയ്തു തരാം. പൈസ വേണോ? സ്വർണം വേണോ? ദുനിയാവ് വേണോ? തരുണീമണികളായ സ്ത്രീകളെ വേണോ? എന്ത് വേണം? എന്നെ ഫ്രീ ആയി വിടുകയാണെങ്കിൽ അതൊക്കെ ഞാൻ നിനക്ക് ചെയ്തു തരാം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു പോവുകയാണ്. അതിനിടയ്ക്ക് സുമാമത്തിന് ഉസാലിനിക്ക് മൂത്രിക്കാൻ വരുന്നു, കാഷ്ടിക്കാൻ വരുന്നു. സ്വഹാബത്തിനോട് പറയുന്നു, എനിക്ക് മൂത്രിക്കണം, കാഷ്ടിക്കണം. സ്വഹാബത്ത് കെട്ടയക്കുന്നു. എന്നിട്ട് സുമാമനെ കൊണ്ടുപോയി മൂത്രിപ്പിക്കുന്നു, കാഷ്ടിപ്പിക്കുന്നു. കൊണ്ടുവന്നിട്ട് കെട്ടിയിടുന്നു, ഭക്ഷിക്കാൻ കൊടുക്കുന്നു, കുടിക്കാൻ കൊടുക്കുന്നു. എന്തൊരു സൗമ്യമായ സ്വീകരണമാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിന്റെ സ്വീകരണം. അതിനിടയ്ക്ക് സുബ്ഹിന്റെ ബാങ്കുലി മുഴങ്ങി, ളുഹറിന്റെ ബാങ്കുലി മുഴങ്ങി, അസറിന്റെ ബാങ്കുലി മുഴങ്ങി. മഗ്രിബും ഇശാവും ബാങ്ക് കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമത്തായി നിൽക്കുന്നു. ഒരുപാട് സ്വഹാബികൾ, വെളുത്തവനും കറുത്തവനും വലിയവനും ചെറിയവനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്നിലൂടെ നിസ്കരിക്കുന്നു. സുമാമൻ ചിന്തിക്കുകയാണ്, എന്തൊരു നബി, എന്തൊരു മുഹമ്മദ് നബി, എന്തൊരു ഇസ്ലാം, എന്തൊരു സാഹോദര്യം. വെളുത്തവനും കറുത്തവനും പണക്കാരനും പണമില്ലാത്തവനും എല്ലാവരും ഒരുപോലെ നിന്നിട്ട് നിസ്കരിക്കുന്നു. ഒരേ ഒരു നേതാവ് മുഹമ്മദ് നബി ഇമാമത്തായി നിസ്കരിക്കുന്നു. എന്തൊരു സാഹോദര്യം, എന്തൊരു സ്നേഹം. എന്നോടൊരു വെറുപ്പില്ല. ഒരുപാട് സ്വഹാബത്തിനെ കൊന്നവനായിട്ട് പോലും എന്നോട് പ്രതികാരമില്ല. എനിക്ക് തിന്നാൻ തരുന്നു, കുടിക്കാൻ തരുന്നു. ഒരു ദിവസത്തെ ഡോസ് കഴിഞ്ഞു. പിറ്റേത്തെ ദിവസം അതേ ശൈലിയിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് സുമാമത്ത് ബിൻ ഉസാലിനോട് ചോദിക്കുന്നു, മാദാ ഇൻദക യാ സുമാമ, സുമാമ നിനക്ക് സന്തോഷം തന്നെയാണോ? നിനക്ക് റാഹത്ത് തന്നെയാണോ? നിനക്ക് ക്ഷേമം തന്നെയാണോ? എങ്ങനെയാ നിന്റെ ജീവിതം? റാഹത്ത് തന്നെയല്ലേ? അപ്പോഴും സുമാമ അതേ ചോദിച്ചു, ഇന്ദിയാ മുഹമ്മദ് ഖൈർ, ഇൻ തഖ്തുൽ തഖ്തുൽ ദാദമി വഇൻ തുന്നിം തുന്നിം അലാ ശാകിരിൻ വഇൻ കുന്ത തുരീദുൽ മാല ഫസല്ലല്ലാഹു മിൻഹു മാ ശിഅത. മറുപടിക്ക് വ്യത്യാസമില്ല. അപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചുപോയി. 2 ദിവസത്തിന്റെ ഡോസായി. 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം സുമാമത്ത് ബിൻ ഉസാലിന്റെ അടുക്കലേക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് അതേ ചോദ്യം ചോദിക്കുന്നു, മാദാ ഇൻദക യാ സുമാമ. സുമാമ അതേ മറുപടി പറയുന്നു. കാരണം ഭരണാധികാരിയാണ്, രാജാവാണ്. ഒരു വ്യത്യാസവുമില്ല, വാക്കിന് വ്യത്യാസമില്ല. സുമാമ വിചാരിച്ചു, ദിവസം കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ കൊല്ലുമായിരിക്കും എന്ന് ചിന്തിച്ചതായിരിക്കും. സുമാമ പറഞ്ഞു, ഇന്ദിയാ മുഹമ്മദ് ഖൈർ. അതേ 1-ാമത്തെ ദിവസത്തിന്റെ മറുപടി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബികളെ, സുമാമത്ത് ബിൻ ഉസാലിന്റെ കൈയും കാലും കെട്ടിയ കയർ അയച്ചു മാറ്റൂ, അയാള് പോയിക്കോട്ടെ. സ്വഹാബത്തിന് വല്ലാതെ ബേജാറ്. ഇത്രയും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് റിയാദിന്റെ കുറെ അങ്ങേ തലക്കിൽ നിന്ന് പിടിച്ചു വന്ന നജ്ദുകാരനായ, കൊടും ഭീകരനായ, അക്രമിയായ, ഒരുപാട് ഉപദ്രവം ചെയ്ത, ഒരുപാട് ഞങ്ങളുടെ അനുജന്മാര്, ജ്യേഷ്ഠന്മാര്, സഹോദരങ്ങളെ കൊന്നൊടുക്കിയ ഒരാളെ ഫ്രീ വിടുകയാണോ? വിട്ടേക്കുക ഞാനാ പറഞ്ഞത്, കൊണ്ടുവരാൻ ഞാനാ പറഞ്ഞത്, തിരിച്ചയക്കാനും ഞാനാ പറയുന്നത്. ഇടയ്ക്ക് നിങ്ങൾക്ക് സംശയം വേണ്ട, വിട്ടേക്കൂ. സ്വഹാബത്ത് മനസ്സില്ല മനസ്സോടെ സുമാമത്ത് ബിൻ ഉസാലിന്റെ കൈയും കാലും കെട്ടിയ കയർ അയച്ചു കൊടുത്തു. സുമാമത്ത് ബിൻ ഉസാൽ അതേപോലെ ഒറ്റ ഓട്ടം ഓടുകയാണ്. സുമാമത്ത് ബിൻ ഉസാൽ ഓടിപ്പോയി അടുത്ത ഈ തപ്പന തോട്ടത്തിലെത്തി. അവിടെയുള്ള കുളത്തിൽ കുളിച്ചു, നല്ല കുളി നടത്തി. എന്നിട്ട് തിരിച്ചു വരുന്നു. ഇലാ ഹദ്റത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് തിരിച്ചു വന്നിട്ട് സുമാമത്ത് ബിൻ ഉസാൽ മുന്നിൽ നിന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നബിയെ, ഞാനിതുവരെ തെറ്റിദ്ധരിച്ചിരുന്നു. നബിയെ, 3 ദിവസത്തെ അങ്ങയുടെ ജീവിത ശൈലി ഞാൻ കണ്ടു, അവിടുത്തെ അനുയായികളുടെ ജീവിതം കണ്ടു. നബിയെ, ഖുർആൻ എന്ന് പറഞ്ഞ അതേ രീതിയിൽ ജീവിക്കുന്ന നിങ്ങളുടെ ജീവിതം, സ്വഹാബത്തിന്റെ ജീവിതം, ആ ഇബാദത്തിന്റെ ശൈലി എല്ലാം ഞാൻ കണ്ടു. നബിയെ, ഇതാണ് ഇസ്ലാമെങ്കിൽ ഞാൻ എന്തിനു മടി കാണിച്ചു നിൽക്കണം? എന്നെ പലരും തെറ്റിദ്ധരിപ്പിച്ചു. നബിയെ, അതുകൊണ്ട് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞ് ഇസ്ലാം സ്വീകരിച്ചു എന്ന് മാത്രമല്ല, സുമാമത്ത് ബിൻ ഉസാൽ പറയുന്നു,
വല്ലാഹി യാ മുഹമ്മദ് നബിയെ, ഞാനൊരു കാര്യം തുറന്നു പറയുകയാണ്. മാ കാന അലാ വജ്ഹിൽ അർദി വജ്ഹുൻ അബ്ഗദ ഇലയ്യ വജ്ഹുക ഫഅസ്ബഹ വജ്ഹുക അഹബ്ബൽ വജ്ഹി കുല്ലിഹാ ഇലയ്യ. നബിയെ, ഇന്നേ വരെ എനിക്ക് ഭൂമി ലോകത്ത് വളരെ ദേഷ്യപ്പെട്ടിരുന്ന, വളരെ എനിക്ക് ചിന്തിക്കുമ്പോ തന്നെ എനിക്ക് ഭയങ്കരമായ ദേഷ്യം വന്നിരുന്ന, എന്നെ വെറുപ്പിച്ചിരുന്ന, എന്നെ ഭയങ്കരമായി എന്നെ ചൊടിപ്പിച്ചിരുന്ന ഒരു മുഖം ലോകത്തുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മുഖമാണ് നബിയെ. നബിയെ, 3 ദിവസത്തെ അവിടുത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട്, അവിടുത്തെ ഡോസ് കൊണ്ട്, അവിടുത്തെ ജീവിതശൈലിയും സ്വഹാബത്തിന്റെ ജീവിതശൈലിയും അവിടുത്തെ ഇബാദത്തിന്റെ ശൈലിയും സ്വഹാബ മഹിമയും എല്ലാം ഞാൻ കണ്ടപ്പോൾ നബിയെ, തങ്ങളെപ്പോലെയുള്ള ഒരു മുഖം ഇനി ഭൂമി ലോകത്തിന്റെ നബിയെ. എന്റെ ഭാര്യയേക്കാൾ, എന്റെ മാതാവിനേക്കാൾ, എന്റെ പിതാവിനേക്കാൾ, എന്റെ അരുമസന്താനേക്കാൾ, എന്റെ നാട് മുഴുവനും പിടിച്ചു നിർത്തുന്ന എന്റെ പട്ടാള മേധാവികളെക്കാളും, എന്റെ രാജ്യത്തിനേക്കാളും, എന്റെ എല്ലാ വസ്തുക്കളെക്കാളും, എല്ലാ മുഖത്തേക്കാളും എന്നെ ഇന്ന് വളരെയധികം സ്നേഹിപ്പിക്കുന്ന മുഖം, എനിക്ക് സ്നേഹം നൽകുന്ന മുഖം അങ്ങയുടെ മുഖമാണ് നബിയെ. ലോകത്ത് എല്ലാ നാടുകളെ കൂട്ടത്തിലും എനിക്ക് വെറുപ്പുള്ള നാട് മദീനയായിരുന്നു നബിയെ. ഇന്ന് തങ്ങളുടെ മദീന അഹബ്ബൽ ബിലാദി കുല്ലിഹാ ഇലയ്യ. എല്ലാ നാടുകളിലും എന്നെ കൂടുതൽ സന്തോഷിപ്പിക്കുന്ന നാട് മദീനയായിട്ടുണ്ട് നബിയെ. ലോകത്തെ എല്ലാ അനുയായികളെക്കാളും കൂടുതൽ ഞാൻ വെറുത്തിരുന്ന അനുയായികൾ തങ്ങളുടെ സ്വഹാബത്തിനെയായിരുന്നു നബിയെ. അതുകൊണ്ട് ഞാൻ ഒരുപാട് അനുയായികളെ സ്വഹാബത്തിന് ഖുർആൻ ആബിദിങ്ങൾ ഞാൻ കൊന്നു തന്നിട്ടുണ്ട് നബിയെ. ഇന്ന് തങ്ങളെ സ്വഹാബത്ത് എനിക്ക് കൂടുതൽ സ്നേഹിക്കപ്പെടുന്ന ആളുകളായി മാറിയിട്ടുണ്ട് നബിയെ. എന്നിട്ട് സുമാമത്ത് ബിൻ ഉസാല പറയുന്ന നബിയെ, ഞാനൊരു രാജാവാണ്. രാജാവ് ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് മിണ്ടാതിരിക്കുന്നത് ശരിയല്ല. എനിക്കിതിനൊന്ന് പ്രചരിപ്പിക്കണം. ഇത്ര നല്ലൊരു തിയറി, ഇത്ര നല്ലൊരു മതം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടവരുടെ മുന്നിലേക്ക് പറഞ്ഞു കൊടുത്ത് ഇസ്ലാം നല്ലോണം പ്രചരണം നടത്തണം നബിയെ. അതുകൊണ്ട് ആദ്യമായിട്ട് എനിക്കൊരാഗ്രഹമുണ്ട്, മക്കയിൽ പോയിട്ടൊരു ഉംറ നിർവഹിക്കണം നബിയെ. പഴയ കാലത്ത് ഞാൻ ഉംറ നിർവഹിച്ചത് വസ്ത്രവുമൊക്കെ ഉരിഞ്ഞ് നഗ്നനായിട്ടാണ് കഅബയിൽ ചുറ്റിയത്. ഇന്ന് ഇസ്ലാമിക രീതിയിലുള്ള ഒരു ഉംറ എനിക്ക് ചെയ്യണം നബിയെ. എന്നെ മക്കയിൽ പോകാൻ അനുവദിക്കൂ നബിയെ. എവിടെ വേണമെങ്കിലും നിനക്ക് പോകാം. ഉസാമത്ത് ബിൻ ഉസാൽ മക്കയിൽ വരുന്നു. മക്കയിൽ വരുന്നു, തവാഫ് ചെയ്യുന്നു, തുണി മാറ്റുന്നില്ല, നഗ്നത കാണിക്കുന്നില്ല, വസ്ത്രം ഉരിയുന്നില്ല, ഇസ്ലാമിക ശൈലിയുള്ള ഉംറ ചെയ്യുന്നത് കണ്ടപ്പോൾ വലിയ വലിയ ഇസ്ലാമിന്റെ ശത്രു വിഭാഗം, ആ മക്കയിൽ താമസിക്കുന്ന വിഭാഗം ചോദിക്കുന്ന, അസബൗത്ത, നീയും വീണ, നീയും കുടുങ്ങിയോ, നീയും പെട്ടോ ഇസ്ലാമിൽ, മുഹമ്മദിന്റെ കെണിയിൽ നീയും പെട്ടോ? അപ്പോഴാണ് സുമാമ പറയുന്നത്, ഞാൻ കെണിയിൽപ്പെട്ടതല്ല, അസ്ലംതു മാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ തത്വം ഞാൻ അംഗീകരിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നൊരു മുസ്ലിമാണ്. എന്നെ പഴയ സുമാമാന്ന് വിചാരിക്കരുത്, ഞാനൊരു മുസ്ലിമായ സുമാമയാണ്. എന്നിട്ട് സുമാമ പറയുന്നു, ഓ ഇസ്ലാമിന്റെ വിരോധികളെ, മക്കക്കാരെ, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ, നിങ്ങൾക്ക് റൊട്ടി തിന്നണമെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും ആഹാരം കഴിക്കണമെങ്കിൽ എന്റെ യമാമയിൽ നിന്ന് ഗോതമ്പ് വന്നിട്ട് നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയൂ. ഇന്നലെ വരെ എന്റെ യമാമയിൽ നിന്നാണ് നിങ്ങൾക്ക് ഗോതമ്പ് വന്നിട്ടുള്ളത്. ലാ യഅതിയന്നകും മിനൽ യമാമ ഹബ്ബത്തു ഹിന്തത്തിൻ ഹത്താ യഅ്ദന ഫീഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംഗീകാരം നൽകി ഒപ്പുവെച്ചിട്ടല്ലാതെ യമാമയിൽ നിന്ന് ഒരു തരി ഗോതമ്പ് നിങ്ങളുടെ നാട്ടിലേക്ക് ഞാൻ പാർസൽ ചെയ്യൂല. നിങ്ങൾക്ക് ഗോതമ്പ് വേണോ? എന്റെ ഹബീബ് അവിടുന്ന് പ്രഖ്യാപിക്കണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഗോതമ്പ് കിട്ടുകയുള്ളൂ. സഹോദരങ്ങളെ, ഇങ്ങനെ പ്രഖ്യാപിച്ചു. ഇസ്ലാമിലേക്ക് കടന്നു വന്ന സുമാമത്ത് ബിൻ ഉസാൽ ഏതെങ്കിലും ബസ് സ്റ്റാൻഡുകളിൽ കടല വിൽക്കുന്നവനല്ല ഇസ്ലാമിലേക്ക് കടന്നു വന്നത്.